മധുരമാർന്ന ശബ്ദം കേട്ടിട്ട് ഉമ്മയുമായി പിണങ്ങി നിൽക്കുന്നവരില്ലേ, ഉമ്മാനെ വെറുക്കുന്നവരില്ലേ? ആ ഉമ്മനെ എങ്ങനെയാ നിനക്ക് വെറുക്കാൻ കഴിഞ്ഞത്? നിന്റെ ജീവിതത്തിന്റെ ഏതോ ഇരുണ്ട നാഴികകളിലൂടെ കടന്നു വന്നതാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ ഉമ്മനെ കണ്ടിട്ടാണ് നീ നിന്റെ ഭാര്യയെ കണ്ടത്. 25 വയസ്സുള്ള മകനെ വിളിച്ചിട്ട് ഉമ്മ പറയുകയാണ്, എടാ നീ കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണ പ്രായമായി എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകന് ഒരു പെൺകുട്ടിയെ കണ്ടുവെക്കുകയാ ഉമ്മ. അങ്ങനെ പെണ്ണിനെ കണ്ടു, പെണ്ണിന്റെ നിക്കാഹും കഴിഞ്ഞ് ചെക്കന്റെ നിക്കാഹും കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയാൽ പിന്നെ എല്ലാ ദിവസവും ഉമ്മക്ക് ഫോൺ ചെയ്ത 25-കാരാ. പിന്നെ നിന്റെ ഉമ്മക്ക് ഫോൺ വിളിക്കൽ കുറഞ്ഞു പോയി. നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം, അതാവശ്യമാണ്. നിന്റെ ഭാര്യക്ക് നീ ഫോൺ ചെയ്യണം, നിന്റെ ഭാര്യക്ക് വസ്ത്രം കൊടുക്കണം, നിന്റെ ഭാര്യയെ നിന്റെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടു പോകണം. പക്ഷേ ഉമ്മയെ വെറുക്കരുത്. ഭാര്യക്കൊരു 10 കോള് ചെയ്യുമ്പോ ഉമ്മക്കൊരു കോളെങ്കിലും ചെയ്യാൻ മനസ്സ് വരാത്ത മുസ്ലിമേ, മണലാരുണ്യത്തിൽ നീ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? എന്റെ സഹോദരങ്ങളെ, ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ്. ഒരു ഉമ്മ എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അറിയുന്ന ഒരു വയസ്സായ ഉമ്മ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ എനിക്ക് ഫോൺ ചെയ്തിട്ടില്ല. വിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസം ഫോൺ കോളിന്റെ അടുത്ത് പോയിട്ട് എപ്പോഴാ എന്റെ മകൻ എനിക്ക് ഫോൺ ചെയ്യുന്നത്, എപ്പോഴാ എന്റെ മകൻ എനിക്ക് ഫോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കോളിന്റെ അടുത്ത് പോയിട്ട് ഉമ്മ നിന്ന് മടുത്തോ, മകന്റെ കാള് വന്നിട്ടില്ല. ഉസ്താദേ വൈകുന്നേരം വരെ ഞാൻ കാത്തു നിന്നിട്ടു എന്റെ മകൻ എനിക്ക് പെരുന്നാളിന് വിളിച്ചിട്ടില്ല, ഇനി അവൻ എനിക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞ ഉമ്മ, ഉമ്മാന്റെ നാക്കിൽ നിന്ന് ഒന്ന് വീണ് കഴിഞ്ഞാൽ കടലിന്റെ വെള്ളം പോലും വറ്റിപ്പോകും മുസ്ലിമേ. ഉമ്മാന്റെ കണ്ണുനീര് കൊണ്ട് അതേ പർവ്വതങ്ങൾ തകർന്നു പോകും. ഉമ്മാന്റെ കണ്ണുനീര് കൊണ്ട് ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാകും. ഉമ്മാന്റെ കണ്ണുനീര് കൊണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടാകും. ഉമ്മാന്റെ കണ്ണുനീര് ഭയങ്കരമാ, ഉമ്മാന്റെ നാക്ക് ഭയങ്കരമാ. ആ ഉമ്മാന്റെ നാക്കിൽ നിന്ന് ഒന്ന് വീണാൽ കഴിഞ്ഞു, നിന്റെ ദുന്യാവ് കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഉമ്മയെ വെറുപ്പിക്കല്ലേ, ഉമ്മയ്ക്ക് വേണ്ടി വൃദ്ധസദനങ്ങൾ ഒരുക്കല്ലേ. ഉമ്മ മരിക്കണം, അപ്പോഴേ ഉമ്മയെ കുറിച്ചറിയുകയുള്ളൂ. കബറിൽ കിടക്കുന്ന ഉമ്മ പിന്നെ തിരിച്ചു വരില്ല ഒരിക്കലും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഉമ്മക്ക് ഹിദമത്തെടുക്കാൻ, ഉമ്മാന്റെ പൊരുത്തം വാങ്ങാൻ, ഉമ്മാന്റെ സ്നേഹം വാങ്ങാൻ നമുക്ക് കഴിയണോ? അല്ലാഹുവിന്റെ റസൂല് 3 പ്രാവശ്യം പറഞ്ഞത് ഉമ്മുക്കാ നിന്റെ ഉമ്മയാ. 4ാമത് റസൂല് പറഞ്ഞതെന്താ? ഉമ്മ അപാക്കാ നിന്റെ പിതാവാ.